ഒരൊറ്റ കേസിൽ 32 പേർക്ക് ഒരുമിച്ച് വധശിക്ഷ. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഹൈക്കോടതി ഇത്രയും പേരുടെ വധശിക്ഷ ഒരുമിച്ച് ശരിവയ്ക്കുന്നത് ഇതാദ്യമാണ്. 2008 അഹമ്മദാബാദിനെ നടുക്കിയ സീരിയൽ ബോംബ് സ്ഫോടന കേസിൽ ഗുജറാത്ത് ഹൈക്കോടതി നൽകിയ വിധി ഇപ്പോൾ രാജ്യവ്യാപകമായി ചർച്ചയാകുകയാണ്. എന്തുകൊണ്ടാണ് കോടതി ഈ കേസിനെ അപൂർവങ്ങളിൽ അപൂർവം അഥവാ റെയറസ്റ്റ് ഓഫ് റെയർ എന്ന് വിശേഷിപ്പിച്ചത്? കോടതിയെ സ്വാധീനിച്ച തെളിവുകൾ എന്തൊക്കെയായിരുന്നു? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. 2008 ജൂലൈ 26 വെറും 70 മിനിറ്റിനുള്ളിൽ അഹമ്മദാബാദ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 21 ബോംബ് സ്ഫോടനങ്ങൾ നടന്നു. ബസ്സുകൾ, മാർക്കറ്റുകൾ, തിരക്കേറിയ പൊതുസ്ഥലങ്ങൾ എന്നിവയാണ് ലക്ഷ്യമിട്ടത്. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് എത്തിച്ചപ്പോൾ ചില ആശുപത്രി പരിസരങ്ങളിലും ബോംബുകൾ പൊട്ടിത്തെറിച്ചു. ഈ ആക്രമണത്തിൽ 56 പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പിന്നീട് ഇന്ത്യൻ മുജാഹിദീൻ ഏറ്റെടുത്തതായി അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു. ഈ കേസിൽ 77 പേരെ പ്രതികളാക്കി. 13 വർഷത്തിലേറെ നീണ്ട വിചാരണയ്ക്ക് ശേഷം 2022 പ്രത്യേക കോടതി 38 പേർക്ക് വധശിക്ഷ വിധിച്ചു. 11 പേർക്ക് ജീവപര്യന്തം തടവ്. 28 പേരെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയും ചെയ്തു. തുടർന്നാണ് കേസ് ഗുജറാത്ത് ഹൈക്കോടതിയിലെത്തിയത്. ഗുജറാത്ത് ഹൈക്കോടതി പ്രത്യേക കോടതിയുടെ വിധി ശരിവച്ചു. 38 പേരുടെ വധശിക്ഷ നിലനിർത്തി. 11 പേരുടെ ജീവപര്യന്തം തടവും ശരിവച്ചു. പ്രതികൾ നൽകിയ അപ്പീലുകളും സംസ്ഥാന സർക്കാർ സമർപ്പിച്ച വധശിക്ഷ സ്ഥിരീകരണ ഹർജിയും ഒരുമിച്ചാണ് കോടതി പരിഗണിച്ചത്. വിധിയിൽ കോടതി ചൂണ്ടിക്കാട്ടിയ പ്രധാന കാരണങ്ങൾ ഇവയാണ്. 1. അതിവിപുലമായ ഗൂഢാലോചന. ഇത് ഒറ്റപ്പെട്ട ആക്രമണമല്ല. മാസങ്ങളോളം ആസൂത്രണം ചെയ്ത് നിരവധി സ്ഥലങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്തുകയായിരുന്നു ലക്ഷ്യം. 2. സാധാരണ ജനങ്ങളെയാണ് ലക്ഷ്യമിട്ടത്. ആക്രമണത്തിന്റെ ഇരകൾ സൈനികരോ രാഷ്ട്രീയ നേതാക്കളോ ആയിരുന്നില്ല. ദൈനംദിന ജീവിതം നയിച്ചിരുന്ന സാധാരണ ജനങ്ങളായിരുന്നു. 3. ആശുപത്രികളെയും ലക്ഷ്യമിട്ടു. ആദ്യ സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ എത്തിച്ച ആശുപത്രികൾക്കടുത്തും ബോംബുകൾ സ്ഥാപിച്ചത് മനുഷ്യജീവനെ പരമാവധി നശിപ്പിക്കാനുള്ള ഉദ്ദേശം വ്യക്തമാക്കുന്നതായി കോടതി നിരീക്ഷിച്ചു. 4. രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ച ആക്രമണം. ഇത് സാധാരണ ക്രിമിനൽ കുറ്റമല്ലെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും നേരെയുള്ള ആക്രമണമാണെന്നും കോടതി വിലയിരുത്തി. ഇന്ത്യയിൽ എല്ലാ കൊലക്കേസിലും വധശിക്ഷ നൽകാനാവില്ല. 1980 ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസിലെ സുപ്രീം കോടതി വിധി പ്രകാരം വധശിക്ഷ ഏറ്റവും അസാധാരണമായ കേസുകളിൽ മാത്രം നൽകണം എന്നതാണ്. അതിനെയാണ് റെയറസ്റ്റ് ഓഫ് റെയർ സിദ്ധാന്തം എന്ന് പറയുന്നത്. കുറ്റകൃത്യത്തിന്റെ ക്രൂരത, സമൂഹത്തെ ബാധിച്ച ആഘാതം, പ്രതികളുടെ ഉദ്ദേശം, ഇരകളുടെ എണ്ണം തുടങ്ങിയ ഘടകങ്ങൾ കോടതി വിലയിരുത്തും. അഹമ്മദാബാദ് സ്ഫോടന കേസ് ഈ മാനദണ്ഡം നിറവേറ്റുന്നു എന്നാണ് കോടതി കണ്ടെത്തിയത്. ഹൈക്കോടതി വിധിയോടെ കേസ് അവസാനിക്കുന്നില്ല. പ്രതികൾക്ക് ഇനി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. സുപ്രീം കോടതി വിധിക്ക് ശേഷം പുനഃപരിശോധനാ ഹർജി, ക്യുറേറ്റീവ് ഹർജി, രാഷ്ട്രപതിക്ക് ദയാഹർജി എന്നിവ സമർപ്പിക്കാൻ പ്രതികൾക്ക് നിയമപരമായ അവസരങ്ങളും അവകാശങ്ങളുമുണ്ട്. അതിനാൽ വധശിക്ഷ ഉടൻ നടപ്പാക്കില്ല. എല്ലാ നിയമ നടപടികളും പൂർത്തിയാകേണ്ടതുണ്ട്. ഈ വിധി 3 കാരണങ്ങളാൽ ചരിത്രപരമാണ്. ഒരു ഹൈക്കോടതി 38 വധശിക്ഷകൾ ഒരുമിച്ച് ശരിവച്ച ആദ്യ സംഭവം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരവാദ വിചാരണകളിലൊന്നിന്റെ നിർണായക ഘട്ടം. ഭീകരാക്രമണങ്ങൾക്കെതിരെ കോടതികളുടെ കർശന നിലപാട് വീണ്ടും വ്യക്തമാക്കുന്ന വിധിയെന്ന വിലയിരുത്തൽ. 2008 അഹമ്മദാബാദ് സ്ഫോടനങ്ങൾ ഇന്ത്യയുടെ ഭീകരവാദ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു. 18 വർഷങ്ങൾക്ക് ശേഷവും ആ കേസിലെ നിയമപോരാട്ടം തുടരുകയാണ്. ഗുജറാത്ത് ഹൈക്കോടതിയുടെ ഈ വിധി ഭീകരവാദത്തിനെതിരായ കർശന സന്ദേശമായി വിലയിരുത്തപ്പെടുമ്പോൾ തന്നെ വധശിക്ഷയുടെ ഭരണഘടനാപരവും മാനുഷികവുമായ ചർച്ചകൾക്കും പുതിയ ഊർജം പകരുകയാണ്. ഇനി ഈ കേസിന്റെ അവസാന വാക്ക് പറയേണ്ടത് സുപ്രീം കോടതിയാണ്.